പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ ഒരു മായ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നാണ്, നമ്മുടെ കുറ്റം കൊണ്ടല്ല എന്നാണ്. ഭഗവാൻ ആ മായ കൊണ്ട് നമ്മളെ ഇതൊക്കെ ചെയ്യിക്കുകയാണ് എന്നാണ് പറയണത്. സുഹൃതം ഇത് ഭാഷാകർണാമൃതം. ഈ ഒരു ഭാഷാകർണാമൃതം എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള ഈ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കർണാമൃത ശ്ലോകങ്ങൾ. ഭഗവത് സ്തുതിയുണ്ട് ഇതിൽ, അറിവുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളിത് മുഴുവൻ കേട്ടതാണല്ലോ. അപ്പോൾ ഇത് സദാ അമൃതതുല്യമായതാണ് എന്നാണ് പറയണത്. ഇത് സദാ നാവുകൊണ്ട് ആസ്വദിച്ചാൽ, ഇത് പതിവായി ശ്രദ്ധയോടെ കീർത്തനം ചെയ്താൽ എന്താ ഉണ്ടാവുക? ആ ആൾക്ക് പഴയ പോലെ നേരത്തെ അനുഭവിച്ചിരുന്നത് പോലെയുള്ള കർമ്മവാസന പിടിച്ചു വലിക്കുന്ന ആ പാശബന്ധങ്ങളുണ്ടല്ലോ, കർമ്മവാസനകൾ കൊണ്ട് ഓരോരോ കാര്യങ്ങളിലേക്ക് മനസ്സങ്ങോട്ട് തിരിയും. അങ്ങനെയുള്ള നമ്മൾ പറയാറില്ലേ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന്, അങ്ങനെയുള്ള ആ പാശം, ആ കയർ കൊണ്ടുള്ള ആ ബന്ധനം നമുക്ക് ഉണ്ടാവില്ല. ഉടൻ അവൻ പിന്നെ താമസം വിന, ഇത് കീർത്തിക്കുന്നവൻ താമസം വിന ഈ പാശബന്ധങ്ങളിൽ നിന്ന് മുക്തനാവും എന്നാണ് പറയുന്നത്. നൂഴ എന്ന് പറഞ്ഞാൽ ആ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടന്ന് വലയില്ല എന്നർത്ഥം. ക്ഷിപ്രം അകപ്പെട്ട് വലയുകയില്ല. ക്ഷിപ്രം ഭവതി ധർമാത്മാ എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയണത്. അപ്പോൾ നമുക്ക് ഈ ശ്രീകൃഷ്ണ കർണാമൃതം ശ്ലോകങ്ങൾ ഏതെങ്കിലുമൊക്കെ നമുക്കിഷ്ടപ്പെട്ടത് നമ്മൾ ദിവസവും ഒന്ന് ചൊല്ലി ശീലിക്കുക. എന്നാൽ അവന് കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം കിട്ടും എന്ന്. ഭഗവാന് കർണാമൃതങ്ങളായ ശ്ലോകങ്ങളാണ് ഈ ശ്ലോകങ്ങൾ. അപ്പോൾ അത് ഭഗവാനും അതൊരു സന്തോഷമാവും നമ്മളതിങ്ങനെ ചൊല്ലി ഭഗവാനെ സ്തുതിച്ചാൽ എന്നാണ് പൂന്താനം പറയുന്നത്. അടുത്ത ശ്ലോകം. ഉണ്ണിക്കിടാങ്ങൾ കളിയായൊരു കാലു വെച്ചാൽ എണ്ണാവതില്ലതിനഹോ കുതുകം പിതൃണാം എന്നക്കണക്കെ നടയുള്ളവർകൾക്കിതെല്ലാം